നിൻ്റെ കണ്ണുനീർ തുടച്ചു നീക്കുന്നവരെ, നിൻ്റെ മരണത്തെ ജയിച്ച് ജീവനിലേക്ക് സന്തോഷത്തോടെ പ്രകടിപ്പിക്കുന്നവരെ വാഗ്ദാന പേടകമായി ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ പിന്നിലുണ്ടാകും. എന്നിട്ട് വചനം പറയണെങ്ങനെ ജോർദാൻ കടക്കുവോളോ, അവസാനത്തെ ജനം വരെ കടന്നു പോകുവോളും വാഗ്ദാന പേടകൻ ജോർദാനിൽ നിൽക്കും. പ്രിയ സുതരേ തന്നോട് ചേർക്കാം, വേഗം വരും യേശുമിശിഹ. പ്രിയ സുതരേ തന്നോട് ചേർക്കാം, വേഗം വരും യേശുമിശിഹ. ആഹാ യോശുവ 4:11 ജനം അതിവേഗം മറുകര കടന്നു. ജനം അതിവേഗം മറുകര കടന്നു. ജനം കടന്നു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാരും നദി കടന്ന് അവർക്ക് മുമ്പേ നടന്നു. മനോഹരമായ ഒരു വെളിപാട് കർത്താവ് നൽകിയത്. ഇപ്പോൾ ശിശിഷൻ്റെ പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നറിയാവോ? ഈ വെളിപാടിൻ്റെ പുസ്തകത്തിൽ 21:4 അല്ലേ, അവിടെ നിന്ന് അവരുടെ കണ്ണീരെല്ലാം തുടച്ചു നീക്കി. അത് ഈ 12:11-19 വാഗ്ദാന പേടകം കാണായി. പിന്നെ എന്താ സംഭവിക്കണത്? കണ്ണീരെല്ലാം തുടച്ചു നീക്കി. അതിൻ്റെ മുന്നാസ്വാദനമാണ് ഭൂമി സംഭവിച്ചത്. എന്താണ്? അവസാനത്തെ ജനം ഈ കണ്ണീരിൻ്റെ കാലത്തുനിന്ന് ഈ ദേശത്തുനിന്ന് കടന്നു പോകുമ്പോഴും വാഗ്ദാന പേടകവും പുരോഹിതന്മാരുമായി ജനത്തിൻ്റെ പുറകിൽ നിന്നു എപ്പോഴും മുമ്പേ നയിക്കുന്ന ദൈവത്തിൻ്റെ ചൈതന്യം അവസാനത്തെ കുഞ്ഞിനെപ്പോലും രക്ഷപ്പെടുത്താൻ നിൻ്റെ പുറകിലുണ്ടാകുന്ന ചൈതന്യം, ദൈവ ചൈതന്യം, ദാറ്റ് ഈസ് ആർക്ക് ഓഫ് ദി കവനന്റ്, വാഗ്ദാന പേടകം. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നീ വഴി നടത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ലേശകാലത്ത് അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേ എന്നെ അവൻ കയറ്റി നിൽക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേ എന്നെ അവൻ കയറ്റി നിൽക്കും. ക്ലേശകാലത്ത് എന്റെ പ്രിയനെന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേ എന്നെ അവൻ കയറ്റി നിൽക്കും. അല്പകാലം കഴിഞ്ഞ്
പിതാവായ യാക്കോബ് ഒരിക്കൽ തകർന്നു പോയപ്പോൾ, തൻ്റെ എളി ഒടിഞ്ഞപ്പോൾ അപ്പായെ കെട്ടിപ്പിടിച്ചോട്ട് പറഞ്ഞൊരു വാക്കുണ്ട്: അപ്പാ, ഞാൻ അറിയാൻ പാടില്ലാതെയാണ് ഈ രാത്രി മുഴുവനും ബൾബൾപ്പെടുത്തി നടത്തിയത്. ഇപ്പോഴെനിക്ക് മനസ്സിലായി. എനിക്കൊന്നേ പറയാനുള്ളൂ: എന്നെ അനുഗ്രഹിക്കാതെ നിന്നെ ഞാൻ വിടത്തില്ല. അവസാനത്തെ കുഞ്ഞിനെ വരെ അനുഗ്രഹിച്ചതിന് ശേഷമാണ് വാഗ്ദാന പേടകം രൂപമേക്കേറ്റ് സ്വർഗത്തിലെ സംപൂജ്യമായ സ്ഥാനത്ത് വിരാജിക്കുന്നത്. ഇത് ബൈബിൾ തുണ്ണി ചെയ്തതാണ്. വെച്ചാൽ നമുക്ക് ബൈബിൾ പറയാതെ പറയുന്ന വാക്കെന്താണ്? കണ്ണീരെല്ലാം തുടച്ചു നീക്കി ഇനി മരണമില്ലെന്ന്. അത് പറയണ വാക്കിന് ആരംഭിക്കണ എവിടെയാണ്? അവസാനത്തെ കുഞ്ഞ് കടന്നു പോകുന്നവരെ വാഗ്ദാന പേടകവും പുരോഹിതന്മാരും ജോർദാനിൽ നിന്നു. ജോർദാൻ കണ്ണീരിൻ്റെ ഒരു നദിയാണ്. ഈ കണ്ണുനീര്, എൻ്റെ ദൈവപൈതലേ, നിനക്ക് കണ്ണീരുണ്ടെങ്കിൽ നിന്റെ മുമ്പിലും പിമ്പിലും കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. പാടി വാഴ്ത്തുന്നില്ലാരും പ്രിയരേ, സ്നേഹം ഓർക്കുന്നില്ലാരും. പാടി വാഴ്ത്തുന്നില്ലാരും പ്രിയരേ, സ്നേഹം ഓർക്കുന്നില്ലാരും. നമ്മുടെ സാധാരണ പ്രാർത്ഥനയും ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഉടമ്പടി ബേസ് ചെയ്തിരിക്കുന്ന വാഗ്ദാന പേടകത്തെയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും സംവിധാനവുമാണ് വാഗ്ദാന പേടകവും. അതിൻ്റെ ലക്ഷ്യമെന്ന് പറയണത് ഏത് ജാതിയായാലും ഏത് മതമായാലും അവസാനത്തെ കുഞ്ഞ് രക്ഷപ്പെടുന്നവരെ നിൻ്റെ പിറകിലെ സാന്നിധ്യമായി. അത് ദൈവത്തെ ആരെല്ലാം സത്യസന്ധമായി അനുഭവിച്ചിട്ടുണ്ടോ അവിടെ അനുഭവമാണത്. എന്താണ്? അവസാനത്തെ നമ്മുടെ പിന്നിൽ നമുക്ക് ആശ്രയമില്ലാത്ത സ്ഥലമാണ്, അവലംബമില്ലാത്ത സ്ഥലമാണ്, നമുക്ക് പിന്തുണയില്ലാത്ത സ്ഥലമാണ്. നമ്മുടെ പിന്നെങ്കിൽ അവിടെ നിനക്ക് വേണ്ടി സന്ധിക്കാൻ നിൽക്കണം നിന്റെ ദൈവമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, മഹത്വം, മഹത്വം. പാടി വാഴ്ത്തുന്നില്ലാരും പ്രിയരേ, സ്നേഹം ഓർക്കുന്നില്ലാരും. പാടി വാഴ്ത്തുന്നില്ലാരും പ്രിയരേ, സ്നേഹം ഓർക്കുന്നില്ലാരും. ആത്മാവിൻ നനരേ അവതാരമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും. ലോകമാകും പാപിലോരിൽ മിഴിനീരിൻ പുഴയോരം തന്നിൽ സ്തുതി പാടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം നിന്റെ കണ്ണുനീര് തുടച്ച് മാറ്റുന്നത് വരെ നിന്റെ മുൻപിലും പിന്നിലും നിന്നുകൊണ്ട് വിടാതെ നിന്നെ കാക്കുന്ന ചൈതന്യമാണ് ഉടമ്പടിയുടെ ചൈതന്യം. അതുകൊണ്ടാണ് നീ അതിനോട് വിശ്വസ്തത കാണിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. ഐസയ 30:21 നേരത്തെ വായിച്ചു. പിന്നിൽ നിന്നൊരു സ്ഥലം കേൾക്കും. എല്ലാവരുടെയും അനുഭവം പിമ്പിലുള്ള സാന്നിധ്യമാണെങ്കിൽ നമുക്ക് സൈന്യത്തിന് സപ്പോർട്ടും പിന്തുണയും സംരക്ഷണവും ഇല്ലാത്ത ഇടങ്ങളിൽ കൂടി നമ്മളെ സഹായിക്കാൻ നമ്മുടെ ദൈവമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ദാവീദ് പറയണത് എന്താണ്? ജീവിതകാലം മുഴുവൻ ഉണ്ടാകും. നോക്കിയേ, ഏതെങ്കിലും ഒരു ഒക്കേഷനിലല്ല, നിനക്ക് കണ്ണീരുണ്ടായി, നീ ദൈവത്തെ ഇട്ടച്ചും പോകും. കുറച്ച് നിന്റെ കണ്ണീര് തീരുമ്പോൾ, നിന്റെ ജോലി കിട്ടിക്കഴിയുമ്പോൾ നീ ദൈവത്തെ ഇട്ടച്ചും പോകും. ചില പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഇങ്ങോട്ടൊന്നും വരാറില്ലായിരുന്നു. ആദ്യം ഒരു പ്രയാസമുണ്ട കാലത്ത് വന്നതാണ്, ഉടമ്പടി എടുത്ത് ഞാൻ സാക്ഷ്യം പറഞ്ഞു, പിന്നെ ഇങ്ങോട്ടൊന്നും വരാറില്ലായിരുന്നു. പിന്നെ ഉടമ്പടി ജീവിതം അവർക്കില്ല. നിങ്ങൾക്ക് ഉടമ്പടി കാലത്ത് നിൻ്റെ സാക്ഷ്യം പറഞ്ഞാൽ പിന്നെ ഉടമ്പടി ജീവിതം ഉണ്ടാകത്തില്ലെന്ന് ദൈവത്തിനറിയാം. അതാണ് ഇവിടുത്തെ പ്രശ്നം മുഴുവനും. എൻ്റെ ശരിക്കും പറഞ്ഞാൽ ആ കാര്യം കാണുന്നൊരു കാലഘട്ടത്തിൽ മാത്രമാണ് ദൈവത്തോട് നിനക്ക് ബന്ധമെന്നുള്ളതും ദൈവത്തിനറിയാം. ദൈവത്തിൻ്റെ ഈ ധാരണ നീ തിരുത്തേണ്ടി വരും. കാര്യം ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ ഒക്കേഷനല്ല. ഒരു ജോലി ഇല്ലാത്ത കാലത്ത് ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു, രോഗമുള്ള കാലത്ത് രോഗം മാറുമുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി. ഒരു ഇൻറ്റേറിയം അറേഞ്ച്മെൻ്റ് അല്ല ദൈവത്തിന് നിങ്ങളുമായിട്ടുള്ള റിലേഷൻസ്. അതുകൊണ്ടാണ് ദാവീദ് പറയണത് ജീവിതകാലം മുഴുവൻ. പറഞ്ഞേ, 23 സങ്കീർത്തനം 6 തിരുവചനം.
അവിടുത്തെ നന്മയും കരുണയും എന്ന് പറഞ്ഞ് അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. പ്രൈസ് ദി ലോർഡ്. അതായത് കർത്താവിൻ്റെ ഇടയനാണെന്ന് പറയുമ്പോഴേ അതിന് തുടക്കത്തിൽ എന്താ പറയണത്? കർത്താവിൻ്റെ ഇടയനാണെങ്കിൽ അതല്ല പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് തിരുത്തണുണ്ട്. കർത്താവിൻ്റെ ഇടയനാണെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടത്തും, അല്ലേ? 10:4 യോഹന്നാൻ. തനിക്കുള്ളതിനെയെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം അവിടെ ഉടമ്പടിയുടെ ഒരു ചൈതന്യം എന്ന് പറയണത് മുമ്പിലും പുറകിലും എല്ലാ സ്ഥലങ്ങളും നമ്മൾ സന്ധിക്കണം ദൈവം. എന്താണ് ഉടമ്പടി എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിലൂടെ വരുന്ന 2 കക്ഷികളുണ്ട്. എന്താണ്? ഇപ്പം ഇടയൻ, കർത്താവിൻ്റെ ഇടയനാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കാൻ കർത്താവുണ്ട്. പിന്നെ എന്താണ്? പിന്നെ പിന്നിൽ നിൽക്കുന്ന ആരാണ്? ജീവിതകാലം മുഴുവൻ നമ്മുടെ പിന്നിൽ നിൽക്കുന്ന ആരാണ്? നന്മയും കാരുണ്യവും. നന്മ മീൻസ് ബ്ലെസ്സിങ്സാണ്, ഫിസിക്കൽ ഫേവേഴ്സ്. നിങ്ങളുടെ ജോലി, വീട്, വിവാഹം, വഴി, വെളിച്ചം, നിങ്ങളുടെ PR, പ്രൊമോഷൻ, എല്ലാ സാധനവും. അതാണ് ജീവിതകാലം മുഴുവൻ നന്മയും. പിന്നെ എന്താണുള്ളത്? കാരുണ്യം. ദാറ്റ് ഈസ് കാരുണ്യം മീൻസ് നോട്ട് ബൈ മെറിറ്റ് വർക്ക് ചെയ്യണതാണ്. കൃപ. ഇപ്പം ഐസയ, അതായത് Ephesians 2:8 എന്താ പറയണത്? Ephesians 2:8 എന്താണ്? വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ രക്ഷയായിട്ട്, അപ്പോൾ അവിടുത്തെ കരുണ എന്ന് വെച്ചാൽ കൃപ തന്നെയാണ് കരുണ. അപ്പം നമ്മുടെ പിന്നിൽ വരണ എന്താണ്? ഒന്ന് ഫിസിക്കൽ ഫേവേഴ്സ് ആയിട്ടുള്ള അനുഗ്രഹങ്ങൾ. പിന്നെ എന്താ പറയണത്? നമ്മുടെ യോഗ്യതയ്ക്ക് പറ്റാത്ത കാര്യം, നോട്ട് ബൈ മെറിറ്റാണ് കരുണ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് റൈറ്റ് ഇല്ല, അതിനെ നമുക്ക് യോഗ്യതയില്ല. നമുക്കൊരു വിഷയം ഉണ്ടാകണത് എന്തുകൊണ്ടാണ്? നമുക്കതിന് യോഗ്യതയില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ യോഗ്യതയില്ലാത്തത് എങ്ങനെ കർത്താവ് അഡ്രസ്സ് ചെയ്യണത്? കൃപ കൊണ്ട് അഡ്രസ്സ് ചെയ്യണത്, പവർ ഓഫ് ഗോഡ് കൊണ്ടാണ്. അപ്പോൾ ഈ ഇടയനാണെന്ന് പറയുമ്പോൾ പിന്നിൽ നിന്ന് വരണത് ഒരേ സമയം തന്നെ കൃപയും അനുഗ്രഹവുമാണ്. ദൈവത്തിൽ നമുക്ക് ലഭിക്കണത് എന്തൊക്കെയാണ്? കൃപയും. ദാറ്റ്സ് പവർ ഓഫ് ഗോഡ്. അത് നിത്യത വരെ പോണതാണ്. ഈ അനുഗ്രഹങ്ങളെല്ലാം സിമിത്തേരി വരെ ഉണ്ടാകത്തുള്ളല്ലോ. നമ്മൾ എന്ത് പ്രൊമോഷൻ കിട്ടിയെന്ന് പറഞ്ഞാലും എന്ത് ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാലും സിമിത്തേരി കൊണ്ട് സംഭവം തരുമോ? ആ ബ്ലെസ്സിങ്സിൻ്റെ ഒരു കുഴപ്പം ഇത് അപ് ടു ദി സിമിറ്ററി വരെ ഉള്ളൂ. നിത്യത വരെ വരണത് കരുണയാണ്. അപ്പം നിൻ്റെ ജീവിതകാലം മുഴുവൻ നീ ഫുൾ ടൈം നീ ഈ വയറ്റിപ്പഴപ്പം മാത്രം ഇരുന്ന സിമിത്തേരി വരെയൊക്കെ ഉള്ള പരിപാടിയേ ഉള്ളൂ. അപ്പോൾ കർത്താവ് പറയും അവൾക്ക് ആലപ്പുഴ വരെ പോയാൽ മതി, അമേരിക്ക പോകേണ്ട കാര്യമില്ലെന്ന് പറയും. അപ്പം പിന്നെ നിങ്ങൾ അങ്ങനെ കർത്താവ് പരിഗണിച്ചാൽ മതി. യാത്രക്കാരിയെ എങ്ങനെ പരിഗണിക്കണമെന്ന് ദൈവത്തിന് അറിയണത് അവർ ഊന്നൽ കൊടുക്കുന്നത് കൃപയ്ക്കാണോ അനുഗ്രഹത്തിനാണോ എന്ന അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ആദ്യമേ തന്നെ കൃപയിലേക്ക് നമ്മുടെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്ത സംഗതി എളുപ്പമാകും. കാര്യം ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് നമുക്ക് കൃപയുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനാണ്. കൃപയുണ്ടാകാൻ മാത്രമല്ല, അത് ബേസിക് ഗ്രേസാണ്. സമർത്ഥമായി ഉണ്ടാകണമെങ്കിൽ ഗ്രേസ്, അപ്പോഴും ഗ്രേസ് ഉണ്ടാകണം. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപയും. അപ്പോൾ ആ യോഹന്നാൻ 1:16 അതുപോലെ തന്നെ യോഹന്നാൻ 10:10 കൂട്ടി വായിക്കേണ്ടതാണ്. എന്നാൽ അവൻ്റെ നാമത്തിൽ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പൊ കൃപയുമുണ്ട്, ബേസിക് ഗ്രേസ് ഉണ്ട്, പിന്നെ എന്താണ്? മേൽകൃപയുണ്ട്. ഈ മേൽകൃപയാണ് ഉടമ്പടി അന്വേഷിക്കുന്നത്. മേൽകൃപ അക്വയർഡ് ഗ്രേസ് ആണ്, ബേസിക് ഫണ്ടമെൻ്റൽ ഗ്രേസ് അല്ല. അത് നമുക്ക് കൂദാശയിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ കൂദാശയിലൂടെ ലഭിക്കുന്നത് അതിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അക്വയർഡ് ഗ്രേസ്, ആർജിത കൃപ വേണം. ആർജിത കൃപയാണ് ബൈബിൾ ഉന്നം വെക്കണത്. ആ ആർജിത കൃപയാണ് ബൈബിൾ ഉന്നം വെക്കണതെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് കർത്താവ് പറയണത്. എന്താ പറയണത്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് അല്ല, ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും. അപ്പൊ സമൃദ്ധമായ ഒരു കൃപയെക്കുറിച്ച് ഈശോ സ്വപ്നം കാണുന്നുണ്ട്. ഒരു കേവല കൃപയും ഉണ്ട്. ഈ കേവല കൃപയും മീഡിയം കൃപയും സമൃദ്ധമായ കൃപയും എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നമ്മുടെ നിത്യതയിൽ ഈ ഗ്രഡേഷൻസ് വരുന്നുണ്ട്. ചില പുനരുദ്ധാനം ചെയ്ത ആത്മാക്കൾ, ചിലർ സൂര്യനെ പോലെ ഇരിക്കും, സമൃദ്ധമായ കൃപയാണ്. ചില ചന്ദ്രനെ പോലെ ഇരിക്കും, ചിലത് നക്ഷത്രങ്ങളെ പോലെ ഇരിക്കട്ടെ. ഇത് ബെഡപ്പോട് 1:15-41. സൂര്യന്റെ തേജസ് ഒന്ന്, പറഞ്ഞേ, സൂര്യന്റെ തേജസ് ഒന്ന്, സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്, നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനവും. അപ്പോൾ മരിച്ചവരുടെ പുനരുദ്ധാനം എന്ന് പറയുമ്പോൾ തന്നെ ആത്മാക്കൾക്ക് നേടിയെടുത്തിരിക്കുന്ന കൃപയ്ക്ക് ആനുപാതികമായിട്ട് സൂര്യകൃപയുണ്ട്, ചന്ദ്രകൃപയുണ്ട്. എന്നുവെച്ചാൽ ദൈവത്തെ ആസ്വദിച്ച് ആനന്ദിക്കുന്ന ആനുപാതികം ഗ്രഡേഷനായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എത്ര അധ്വാനിച്ചാലും നമുക്ക് നഷ്ടമില്ല. ചില മൊണ്ണകളെന്ന് പറയുന്നത് വിചാരിക്കുന്നത് 4 പെണ്ണും പിടിച്ച് 5 ഡൈവേഴ്സ് ചെയ്താൽ 10 അബോർഷനായിട്ട് ജീവിച്ചാലും മതി, അവസാനം അച്ഛനെ വിളിച്ച് കുമ്പസാരിച്ചിട്ട് ചത്തുപോയാലും സ്വർഗം കിട്ടുമെന്നാണ്. ഞൊട്ടേണ്ടി വരും. കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ആണ്ടിലൊരിക്കലും കുമ്പസാരിക്കാൻ വേണ്ടി പറഞ്ഞതിൻ്റെ അനുഭവമാണ് ഇപ്പോൾ ജനത്തിൻ്റെ അനുഭവിക്കുന്ന ആധ്യാത്മിക ദാരിദ്ര്യം. ഉടമ്പടി സമ്മതിക്കത്തില്ലത്. ഉടമ്പടി പേര് നിങ്ങൾ എപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കണം. എന്താ കാരണം വെച്ചാൽ 2 ആഴ്ചയിലൊരിക്കലും നിങ്ങൾ കുമ്പസാരിച്ചിരിക്കണം. എന്തിനാണ് കുമ്പസാരിക്കണേ? പ്രത്യാശ എന്ന പുണ്യവും കൺഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ അടുത്ത നടപടി എന്താണ്? പ്രത്യാശ. നമ്മളിൽ ആരാണ് പ്രത്യാശിക്കണത്? നമ്മൾ പ്രത്യാശിക്കുന്നത് എന്തിലാണ്? അവൻ്റെ വരവിനെക്കുറിച്ച് പ്രത്യാശിക്കുകയാണ്. അവൻ്റെ വരവിനെക്കുറിച്ച് പ്രത്യാശിക്കുന്നവർക്ക് എന്താണുള്ളത്? അവർ ഒരുങ്ങിയിരിക്കും. കർത്താവ് 17 പ്രാവശ്യം പറഞ്ഞില്ലേ, ഒരുങ്ങിയിരിക്കുവിൻ, തയ്യാറായിരിക്കുവിൻ, ജാഗരൂകരായിരിക്കുവിൻ. 17 പ്രാവശ്യമാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രത്യാശ എന്ന് പറയുമ്പോഴേ നമ്മൾക്കുള്ള പ്രത്യാശയുടെ ഭാഗമായിട്ട്, പ്രത്യാശ എന്ന് പറഞ്ഞിട്ട് ഈ വരാത്ത വണ്ടിയും കാത്തിരിക്കണ പോലെയുള്ള വാട്ടം നോക്കിയിരിക്കട്ടെ ഇപ്പമല്ല. വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണ് പ്രത്യാശ ജീവിക്കണത്. വിശുദ്ധിയും പ്രത്യാശയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്താണ് നിങ്ങൾ പ്രത്യാശിക്കണത്? കർത്താവിൻ്റെ വരവ് നിത്യതയാണ് പ്രത്യാശിക്കണത്. അതിന് നമ്മളെന്ത് ചെയ്യണം? നമ്മൾ വിശുദ്ധരായി എൻ്റെ മുമ്പിൽ കവനൻ്റെ ഉടമ്പടി എടുക്കുന്നവരെ നിങ്ങൾ എൻ്റെ മുമ്പിൽ വ്യാപരിക്കണം. പിന്നെ കുറ്റമറ്റവരായിരിക്കണം. കുറ്റമറ്റവരായിരുന്നാൽ മാത്രം പോരാ. അത് കർത്താവിനെ കാണാത്ത, പരിശുദ്ധ അമ്മയെ കാണാത്ത എബ്രാഹത്തിൻ്റെ ഭർത്താവൻ എബ്രാഹത്തിനോട് അങ്ങനെ പറഞ്ഞാലേ ആ വേദപാഠം വിലപ്പോകത്തുള്ളൂ. ഇപ്പോൾ കർത്താവ് നിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തിരിക്കുകയും അവൻ്റെ നാമത്തിൽ കൃപ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തപ്പോഴേ ദൈവത്തിൻ്റെ മുമ്പിൽ ഇക്കാലത്ത് വ്യാപരിക്കണമെങ്കിൽ കുറ്റമറ്റവനായിരുന്നാൽ പോരാ, കൃപ നിറഞ്ഞവളായിരിക്കണം. കൃപ നിറഞ്ഞവരായിരിക്കണം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഒരുങ്ങിയിരിക്കുക എന്ന് വെച്ചാൽ ഇക്കാലങ്ങളുടെ അർത്ഥം കൃപ നിറഞ്ഞ് ഇരിക്കുക എന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? പ്രത്യാശ എന്ന് പറഞ്ഞത് കൃപ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ പ്രത്യാശ ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. പഴയ കുറ്റമറ്റവനായിരിക്കുന്നതിൻ്റെ സ്ഥാനത്താണ് ഇന്ന് കൃപ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ആ കൃപയുടെ വസ്ത്രം, കല്യാണ വസ്ത്രം അണിഞ്ഞിട്ടാണ് നമ്മൾ ഹെവൻലി ബാങ്കറ്റിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെയാണ് മണവാളം വരുന്നത്. മണവാളം വരുമ്പോൾ കല്യാണ വസ്ത്രം ഇല്ലാത്തവനെ കണ്ടാൽ ഗെറ്റ് ഔട്ട് എന്ന് പറയും. ഈശോ പറഞ്ഞ വാക്കുകൾ വളരെ സൗമ്യനാണ്, ക്ഷമയുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്. പക്ഷേ കൃപയില്ലാത്തവരെ കാണുമ്പോൾ ഗെറ്റ് ഔട്ട് എടുക്കണമെന്ന് യാതൊരു ഭംഗിയുമില്ല. മണവാളൻ രാജാവ് ആ ബാങ്കറ്റിലേക്ക് കടന്നു വന്നു. അപ്പോൾ കല്യാണ വസ്ത്രമില്ലാത്ത ഒരാളെ അവിടെ കണ്ടു. സ്നേഹിത, നിൻ്റെ കല്യാണ വസ്ത്രം എന്തേന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു ജപ എന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ എന്ത് പറഞ്ഞു? ഗെറ്റ് ഔട്ട്, കോംപ്രമൈസ് ഇല്ല. എന്താ? അവൻ്റെ രക്തത്താൽ വീണ്ടെടുത്തതാണ് കൃപ. അതിന് മാനിക്കാത്ത, പട്ടിക്കാടുന്ന വിലയില്ലാത്ത ജീവിതകാലം വയറേ ഉദരമാണ് അവരുടെ ദൈവം. ഫിലിപ്പിയർ 3:19 നാശമാണ് അവരുടെ അവസാനം, നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം, ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു, ലജ്ജാകരമായ കാര്യങ്ങളിൽ അവർ അഭിമാനം കൊള്ളുന്നു. ഈ കാലഘട്ടം അതാണ്. ആണും തമ്മിൽ ബന്ധപ്പെട്ട് ജീവിക്കുന്നു, അതിന് സഭ ഓശാന പാടണം. പെണ്ണും ബന്ധപ്പെട്ട് ജീവിക്കുന്നു, ലെസ്ബിയനിസം, അതിന് സഭ ഓശാന പാടണം. ഓരോരുത്തർ ലിവിങ് ടുഗദർ നടത്തുന്നു, അവരെന്നിട്ട് ഗർഭിണിയാകുന്നു, അതുപോലെ ഗുളിക കഴിച്ച് കളയുന്നു, അതിന് സഭ ഓശാന പാടണം. അപ്പോൾ സഭയിൽ ഇങ്ങനെയുള്ള ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സഭ കാര്യമാകും. അതുകൊണ്ട് എന്ത് ചെയ്യും? ഒരു തൊഴുത്ത് ഒരു ആട്ടും പറ്റവും ആകണമെന്ന് കർത്താവ് പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം തെറ്റിദ്ധരിച്ചിട്ട് എന്നാ ചെയ്യണമെന്നറിയാവോ? എല്ലാ കണ്ടാമൃഗങ്ങളെയും കന്നുകാലികളെയും കൂടി കയറ്റിയിട്ട് മുട്ടനാടിനെയും കൊമ്പുള്ളതിനെയും എല്ലാത്തിനെയും കൂടിയിട്ട് എല്ലാ സാധനത്തെയും കയറ്റാൻ വേണ്ടി ഒരു തൊഴുത്താക്കാൻ വേണ്ടി തൊഴുത്തിൻ്റെ വിസ്താരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണിപ്പോൾ സഭയിൽ സംഭവിക്കുന്നത്.
എന്നുവെച്ചാൽ എല്ലാത്തിനോടും ഓശാന പാടിക്കൊണ്ട് എല്ലാ തിന്മകളെ അകത്ത് സംഭവിച്ചിട്ട് എല്ലാവരും അകത്ത് കയറ്റാൻ വേണ്ടി ഒരു തൊഴുത്താക്കാൻ വേണ്ടി തൊഴുത്തിൻ്റെ വീതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഇസ് നോൺ സെൻസ്. ഇത് കർത്താവ് ആഗ്രഹിക്കണില്ല. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, തിന്മയുടെ ശക്തികൾക്കെതിരായി ആത്മീയ ആയുധങ്ങൾ ഉപയോഗിച്ച് പൊരുതുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. എൻ്റെ മക്കളെ, വിശുദ്ധിയിലേക്ക് ആണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നതിന് പാഷാന്തം നൽകിക്കൊണ്ട് കർത്താവിൻ്റെ വീണ്ടെടുപ്പ് കൃപയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നുള്ള ദിശാബോധം നൽകുന്ന ഉടമ്പടി നമുക്ക് മുമ്പിലും പിമ്പിലും അവൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് കണ്ണീരിൻ്റെ ജോർദാൻ കടക്കുന്നവരെ നിത്യത വരെ വാഗ്ദാന പേടകമായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന ഉടമ്പടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിലെ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി, യേശുവേ, ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ആരാധന, ഹല്ലേലൂയ. എൻ്റെ മക്കളെ, പ്രിയപ്പെട്ടവരെ, നെഞ്ചിൽ കൈവച്ചുകൊണ്ട്, ഇടത് കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് ഹോൾ ബോഡി മുഴുവൻ ശരീരത്തെ നീ കർത്താവിന് സമർപ്പിക്കുക. കർത്താവിന് അനുഗ്രഹത്തിന് പഞ്ഞമില്ല എന്ന് പറയാൻ വേണ്ടിയാണ് രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല എന്ന് പറയണത്. ആരെയും എപ്പോഴും എവിടെ വെച്ചും കർത്താവേ, നീയാണ് എൻ്റെ കർത്താവ്, നീയാണ് എൻ്റെ ദൈവം എന്ന് പറയുന്ന ഒരു മകൻ്റെയും ഒരു മകളുടെയും കണ്ണുനീര് തുടക്കാതെ ദൈവം നിന്നെ കൈവിടത്തില്ല. ഒരു കൈ നെഞ്ചത്തിലും ഒരു കൈ ശിരസിലും വെച്ചുകൊണ്ട് സന്തോഷത്തോടെയും ദൈവസ്നേഹത്തോടെയും ആദരവോടെയും നമുക്ക് നമ്മെ തന്നെ കർത്താവിനെ ഏൽപ്പിക്കാം. അച്ഛൻ പ്രാർത്ഥിക്കും, മക്കൾ സ്തുതിക്കണം, അഭിഷേകത്തോടെ സ്തുതിക്കണം. കർത്താവെ, നിൻ്റെ നാമത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി കൃപയായി കരുതുന്നു. കർത്താവെ, നിൻ്റെ നാമത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞത് ഒരു കൃപയായി ഒരു ഭാഗ്യമായി കരുതുന്നു. കർത്താവെ, നിൻ്റെ നാമത്തിൽ ഏറ്റുപറയാൻ കഴിഞ്ഞത് ഒരു കൃപയായി ഒരു ഭാഗ്യമായി കരുതുന്നു. കർത്താവെ, ഓരോ മകനെയും മകളെയും നീ സ്പർശിക്കണം. കർത്താവെ, നിൻ്റെ അണിപ്പെടുത്താർന്ന വലതുകരം അപ്പാ അപ്പാ സ്വർഗീയ പിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ കാണിക്കണമേ. അപ്പാ അപ്പാ സ്വർഗീയ പിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങള് മരിച്ചു പോകുന്ന ഉറപ്പായിട്ടുള്ളവരെ വരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടിപ്പിടുന്ന പോലെ വൈദ്യാഘാതം പോലെ ദൈവിക ശക്തി സൗഖ്യമായി മാറട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. നന്ദി, പ്രവർത്തിച്ചുകൊണ്ട് ഈശോയെ ആരാധനയിലൂടെ ഇവിടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. സുഖമായിടും എൻ്റെ ഉള്ളം എല്ലാവരും ദൈവസ്നേഹത്തോടെ സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. എൻ്റെ മക്കളെ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ ഒരു കണ്ണിന് പൊത്തുക, രണ്ട് കണ്ണും പൊത്തണ്ട. അതുപോലെ തന്നെ കരളിന് കേടുള്ളവർ നെഞ്ചിൻ്റെ താഴെ കൈവെക്കണം. പ്ലീഹായിക്ക് കുഴപ്പമുള്ളവർ അവിടെ തന്നെ കൈവെക്കണം. കുടലിന് കുഴപ്പമുള്ളവർ ഊടിൻ്റെ താഴെയോ മുകളിലോ കൈവെക്കാം. നടുവലിന് വേദനയുള്ളവർ നടുവിൽ കൈവച്ചാൽ, കിഡ്നി രോഗികൾ അവിടെ തന്നെ കൈവെക്കുക. പിസിഒടിക്കാർ, അൾസർ എല്ലാവരും അടിവയറ്റ് കൈവെക്കുക. സ്പണ്ടിലോസിസ് അസുഖമുള്ളവർ പിൻകഴുത്തിൽ കൈവെക്കുക. പ്രഷർ കൂടുതലുള്ളവർ ശിരസിൽ കൈവെക്കുക. നിന്റെ കൈ യേശുവിൻ്റെ കൈയാണ്. കാര്യം നീ കർത്താവിൽ വിശ്വസിക്കുന്നു, അതെന്നെ കാരണം. അപ്പാ, അങ്ങേപ്പോൾ തന്നെ യേശു ക്രിസ്തുവിനെ അങ്ങ് അയച്ച് അവൻ്റെ മരണത്താൽ നീ ഞങ്ങളെ വീണ്ടെടുത്തെങ്കിൽ അപ്പാ, ഞങ്ങളുടെ സുഖവും ശാരീരികമായ സുഖവും അതിലൂടെ നിന്നെ മഹത്വപ്പെടുത്തി നിനക്ക് വേണ്ടി ജീവിക്കുന്നതും ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നപ്പാ ഞങ്ങൾ തിരിച്ചറിയുന്നു.
അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മാലാഖമാരെ, വിശുദ്ധന്മാരെ, രക്തസാക്ഷികളെ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ത്വക്ക് രോഗികൾ, വെള്ളപ്പാണ്ടുള്ളവരെ, അവരെ വിശുദ്ധമായ രക്തത്താൽ നീ കഴുകണമേ. തൊണ്ട രോഗികൾ, ടോൺസിറ്റ് അസുഖമുള്ളവർ, തൈറോയ്ഡ് രോഗികൾ, അവിടെ വിശുദ്ധമായ നിന്റെ ആണിപ്പെടുത്താൻ വലത് കടത്താൻ നീ അവരെ സ്പർശിക്കണമേ. കർത്താവെ, ശ്വാസകോശ രോഗികൾ, ആന്തരിക ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവ് രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാലം വരെ അടിപ്പെടുന്ന പോലെ വൈദ്യാഘാതം വരെ ദൈവിക ശക്തിയാൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈ ആരാധനയിലൂടെ അങ്ങയുടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഞങ്ങളെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി നിർത്തണമേ. ഹല്ലേലൂയ. സുഖമായിടും എൻ്റെ ഉള്ളം, അരികിൽ വരേണേ, സദയം തൊടേണേ. സുഖമായിടും എൻ്റെ ഉള്ളം. സാമൂഹ്യസഭയുടെ സാക്ഷ്യം ഞാൻ തുടങ്ങി വെച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഞാൻ എൻ്റെ മകള് മെഡിക്കൽ കൗൺസിലിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി പോയി. അപ്പോഴനേകം മാതാപിതാക്കന്മാർ 3 മണിക്കൂർ മുഴുവനും മെഡിക്കൽ പരീക്ഷയുടെ പുറത്ത് മുട്ടേ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പം ഞാനും അവിടെ എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിച്ചത്. എന്നെപ്പോലെ വേദനിക്കുന്ന അപ്പന്മാരും അമ്മമാരും ഉണ്ട്. അവരുടെ മക്കളെല്ലാം അകത്തിരിപ്പുണ്ട്. അവരെല്ലാവരും നീ ഓർത്ത് പ്രാർത്ഥിക്കണം. എൻ്റെ മകൾ മാത്രം ജയിച്ചാൽ പോരാ, ഈ പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളും ജയിക്കണമെന്ന് പറഞ്ഞു. അതാണ് ഉടമ്പടി മനസ്സെന്ന് പറയണത്. ഉടമ്പടി മനസ്സ് ദൈവതുല്യമായ വ്യക്തികൾ വളരുന്നതിൻ്റെ ലക്ഷണമാണത്. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെല്ലാവരെയും ഓർക്കണം. കാര്യം കുരിശിൽ കിടന്നപ്പോൾ കർത്താവ് എല്ലാവരെയും ഓർത്താണ് കിടന്നത്. തന്നെ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചിട്ടാണ് കർത്താവ് ഗെത്സമനിയിൽ നിന്ന് മുട്ടുകൊല്ലിൽ എഴുന്നേറ്റ് വന്നത്. എനിക്കെപ്പോഴും എന്നെ വല്ലാണ്ട് സ്പർശിക്കുന്ന ഗെത്സമനി കർത്താവ് മുട്ടുകുത്തിയ വെയിലിനകത്ത് ഞാൻ ചാടിക്കേറി ആ ഒരു 1 മീറ്റർ സ്ഥലമേ ഉള്ളത്. ആ പാറപ്പുറത്ത് മുട്ടുകുത്തി നിന്നതാണ് ഞാൻ. കാര്യം അത്ര വലുതാണ് ഗെത്സമനി എന്ന് പറയണത്. അവിടെ നിന്ന് ഈശോ പറഞ്ഞാണ്, അപ്പാ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടി ഞാൻ പ്രാർത്ഥിക്കണം. അപ്പം നമ്മുടെ ഈ കാലത്തെയും കർത്താവ് കയ്യിലെടുത്താണ് അന്ന് അപ്പനോട് സമർപ്പിച്ചത്. എല്ലാം ഈശോയിൽ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ മനുഷ്യരെയും ജാതിയും മതവും ഒന്നും നോക്കാതെ വേദനപ്പെടുന്നത്, വിഷമിക്കുന്ന, വിങ്ങുന്ന, നിന്നെപ്പോലെ വേദനിക്കുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവേ, ഞങ്ങളെ വേദനിക്കുന്ന വിഷയങ്ങള്, ആരെല്ലാം വേദനിച്ചാലും അവർ ഉടമ്പടി എടുക്കാത്തവരാണെങ്കിൽ പോലും അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ജീവിത ദുരിതങ്ങള്, ജീവിത സഹനങ്ങള്, ജീവിത പ്രശ്നങ്ങളില് ആരും സഹായിക്കാനില്ലാതെ, പിന്തുണയില്ലാതെ, കലങ്ങി കണ്ണുമായി ഉറക്കം വരാതെ കിടക്കുന്ന എല്ലാ മനുഷ്യരെയും ഏറ്റെടുക്കണമേ, കണ്ണുനീരേറ്റെടുക്കണമേ, അവരെ സന്ധിക്കണമേ, അവരെ സന്തോഷിപ്പിക്കണമേ, അറിയാൻ ഇടയാക്കണമേ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. മുട്ട നിൽക്കുക, മൗനമായി പ്രാർത്ഥിക്കുക.
ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കുമെന്ന വലിയ വചന വെളിപാടിലൂടെ ഞങ്ങളോട് സംസാരിച്ച ദൈവസ്നേഹത്തിന് നന്ദി പറയുന്നു. ജീവിതകാലം മുഴുവൻ അവിടുത്തെ നന്മയും കരുണയും ഞങ്ങളെ പിന്തുടരുമെന്ന് വചനത്തിലൂടെ നീ നൽകിയ വാഗ്ദാനമോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. വാഗ്ദാന പേടകമായ നീ ഞങ്ങളിൽ മറുകര കടക്കുവോളം ഈശോയെ കാത്തു നിൽക്കുന്ന അവിടുത്തെ സ്നേഹത്തിന്, ഞങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കുന്ന അവിടുത്തെ വലിയ കരുതലിന് ഞങ്ങൾ നന്ദി പറയുന്നു. മരിയൻ ഉടമ്പടി എടുത്തിട്ടുള്ള ഞങ്ങളെല്ലാവരെയും പരിശുദ്ധ ദേവമാതാവിൻ്റെ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ ഈ കൃപാസനത്തിൽ നടന്ന പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മരിയ,